കേൾക്കുകയാണ് ക്ലബ് FM 94.3-ൽ. ദിസ് ഇസ് മീ വിചിത. നാളെ, അതായത് April 2 എന്ന് പറയുമ്പോൾ വേൾഡ് ഓട്ടിസം അവയർനെസ് ഡേ ആണ്. സോ ഇതുമായി കണക്ട് ചെയ്തുകൊണ്ട് ജീവനീയം ചാരിറ്റബിൾ ട്രസ്റ്റ് നമ്മുടെ എറണാകുളം ടൗൺ ഹാളിൽ വെച്ചിട്ട് രാവിലെ 10 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെ റെയിൻബോ റാപ്സോഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ ഇതിൽ ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ പേരൻസ്, അതുപോലെ തന്നെ റീഹാബ് പ്രൊഫഷണൽസിന്, മെഡിക്കൽ പ്രൊഫഷണൽസിന്, ടീച്ചേഴ്സിന്, സോഷ്യൽ വർക്കേഴ്സിന്, അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് താല്പര്യമുള്ള എല്ലാവർക്കും ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാവുന്നതാണ്. ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യണമെന്ന് മാത്രം. സോ ഇതിനെക്കുറിച്ച് പറയാനായിട്ട് ഇപ്പം എൻ്റെ കൂടെ ഒരു ഡോക്ടർ ചേരുന്നുണ്ട്. ഞാൻ ഡോക്ടർ രശ്മി, ജീവനീയം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഫൗണ്ടർ ട്രസ്റ്റി, ജീവനീയം ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്ററിന്റെ ഫൗണ്ടർ ആൻഡ് CEO, മെഡിക്കൽ ഡയറക്ടർ. അപ്പോൾ പാനൽ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങൾക്കായിരിക്കും നമുക്ക് അവിടുന്ന് ഒരു ഉത്തരം കിട്ടാൻ സാധ്യത മാം നാളെ? നമ്മളിപ്പം ഈ ഒരു മേഖലയിൽ നമുക്കറിയാം, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സമൂഹത്തിന് ഓട്ടിസത്തിനെ കുറിച്ചിട്ട് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. അപ്പൊ ആ ഏരിയകൾ എന്തായാലും നമുക്ക് കവർ ചെയ്യും. അതേപോലെ തന്നെ എത്ര നേരത്തെ നമുക്ക് ഓട്ടിസം ഉണ്ടെന്ന് ഡിറ്റക്ട് ചെയ്യാം. അതേപോലെ ആളുകൾക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ പല കാരണങ്ങൾ ഓട്ടിസത്തിന്റെ കോസറ്റീവ് ഫാക്ടേഴ്സ് ആയിട്ട് പറയുന്നത് കൊണ്ട് തന്നെ അതിൽ ജെനറ്റിക്സ്, മെറ്റബോളിസം, ടോക്സിക്കോളജി, ഈ ഏരിയാസിലൊക്കെ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതും, പിന്നെ തെറാപ്പി നമുക്കറിയാം, ഏർലി ഇന്റർവെൻഷൻസ് ആൻഡ് തെറാപ്പി അതെങ്ങനെയായിരിക്കണം പ്ലാൻ ചെയ്യേണ്ടത്. പിന്നെ എഡ്യൂക്കേഷൻ, ഇപ്പൊ നമുക്ക് അറിയാം എല്ലാ കുട്ടികൾക്കും എല്ലാവരുടെയും റൈറ്റ് ആണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ കുട്ടികൾക്ക് ഒരു സാധാരണ സ്കൂളിൽ പഠിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ പാരന്റ്സ് പലപ്പോഴും ഒരു മെയിൻ സ്ട്രീം സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ പ്രയാസപ്പെടുന്നുണ്ട്. അപ്പൊ അതിലേക്കൊക്കെ എങ്ങനെയാണ് നമ്മൾ ജീവനീയം ചാരിറ്റബിൾ ട്രസ്റ്റ് ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് എന്തെല്ലാം സപ്പോർട്ട്സ് ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതെങ്ങനെ ശാസ്ത്രീയമായിട്ട് ചെയ്യാൻ പറ്റും, ആ ഏരിയകളൊക്കെ കവർ ചെയ്യും. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓരോ പാരന്റും അവരുടെ കുട്ടിക്ക് ഓട്ടിസം ആണെന്ന് ഡയഗ്നോസ് ചെയ്യുന്ന അന്ന് മുതൽ അവരുടെ ഉറക്കം കെടുത്തുന്ന ഒരു വലിയൊരു ചോദ്യം അവരുടെ കാലശേഷം അവരുടെ കുട്ടിയുടെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്നാണ്. ശരിയല്ലേ? അപ്പം നാളെ അല്ലെങ്കിൽ നാളെ നമ്മൾ ഈ കുട്ടികളെ ഇൻഡിപെൻഡൻസിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇന്ന് തന്നെ നമ്മൾക്ക് എങ്ങനെ അതിലേക്ക് ശാസ്ത്രീയമായി നമ്മൾ എന്തെല്ലാം പദ്ധതികൾ കൊണ്ടുവരാൻ പറ്റും, അതെങ്ങനെ നമുക്ക് ഒരുമിച്ച് അതിലേക്ക് എത്തണം, ഇതിനെയാണ് ഞാൻ കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്ത് ഈ ഏരിയയിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള സബ്ജക്ട് മാറ്റർ എക്സ്പേർട്സിനെയാണ് കൊണ്ടുവരുന്നത് തന്നെ. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഗവൺമെന്റിന്റെയും NGOസിന്റെയും ഡിസിഷൻ മേക്കേഴ്സിന്റെയും പോളിസി മേക്കേഴ്സിന്റെയും നമ്മുടെ ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടി തന്നെ നമ്മളൊരു ആക്സെപ്റ്റൻസിൽ നിന്ന് തൊട്ട് ഒരു പ്രോപ്പർ റീഹാബിലിറ്റേഷൻ ആൻഡ് അവരുടെ ഒരു ക്വാളിറ്റേറ്റീവ് ലൈഫ് എന്നൊരു മിഷനിലേക്ക് എത്തുന്നത് വരെയുള്ള ഒരു പദ്ധതിയിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡിസ്കഷൻസ് ആയിരിക്കും. അതിലേക്ക് കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും വളരെ നല്ലൊരു ഡിസ്കഷൻ ആയിരിക്കും അത്. അപ്പൊ താല്പര്യമുള്ളവർക്കെല്ലാം തന്നെ ലിമിറ്റഡ് സീറ്റ്സ് ആണ് ഉള്ളതും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യാവുന്നതുമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് കണക്ട് ചെയ്ത് എന്ത് തന്നെ അറിയണമെന്നുണ്ടെങ്കിലും നാളെ എക്സ്പേർട്സ് നമുക്ക് അതിന്റെ ശരിക്കും ഒരു ക്ലാരിറ്റി തരുന്നതാണ്. നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ട നമ്പർ 9961298312 അല്ലേ മാം? അതെ 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 അതെ. ഓക്കെ, അപ്പൊ താങ്ക് യു മാം ഇത്രയും സമയം നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്തതിന്. ഓക്കെ, താങ്ക് യു. സോ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കണമെന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്ന നമ്പർ നോട്ട് ചെയ്യുക. എന്താണെങ്കിലും ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക, പ്രോഗ്രാമിൽ നാളെ പങ്കെടുക്കുക കേട്ടോ. 9961298312 എന്നുള്ള നമ്പർ ഒന്നുകൂടി പതുക്കെ പറയാം, 9961298312. രജിസ്റ്റർ ചെയ്യേണ്ട നമ്പർ ഇതാണ്. വേഗം തന്നെ രജിസ്റ്റർ ചെയ്യാൻ മറക്കണ്ട. സോ നമ്മൾ അടുത്ത ട്രാക്കിലേക്ക്